ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയവായന സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് സെപ്റ്റംബർ 12 ഒന്നാമത്തെ വായനാ ഭാഗം, 2 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം. ഇവിടെ നമ്മൾ കാണുന്നത് യഹൂദ ദേശത്തെ രാജാവായ, അതായത് ആഹാസിൻ്റെ മകനായ ഹിസ്കിയാവ് രാജാവാകുന്നു. അത് നമ്മൾ കഴിഞ്ഞ ദിവസത്തിൻ്റെ മുമ്പുള്ള ദിവസത്തിൽ അവിടെ ഹിസ്കിയാവ് രാജാവായി വന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചാണ് നമ്മൾ നിർത്തുന്നത്. അതിന്ന് 18-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ചാണ് പറയുന്നത്, ഹിസ്കിയാവ് എന്ന രാജാവിനെ കുറിച്ച്. ആ വാക്കിൻ്റെ അർത്ഥം തന്നെ യഹോവ ശക്തിപ്പെടുത്തുന്നു ആണ് ഹിസ്കിയാവ് എന്ന വാക്കിൻ്റെ അർത്ഥം. യഥാർത്ഥത്തിൽ ആ വാക്ക് അന്വർത്ഥമാകുന്ന തരത്തിൽ തന്നെ ഇവിടെ ദൈവത്തിന് വളരെ പ്രസാദകരമായി ജീവിക്കുന്ന ഒരു രാജാവിനെയാണ് നമ്മൾ കാണുന്നത്. മുമ്പുണ്ടായിരുന്ന രാജാക്കന്മാരിലേക്കാളും ഒക്കെ വ്യത്യസ്തമായി അവൻ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ചു. അവന് മുമ്പും പിമ്പും ഉണ്ടായിരുന്ന സകല യഹൂദ രാജാക്കന്മാരിൽ ആരും അവനോട് തുല്യമായിരുന്നില്ല എന്നാണ് അവിടെ വായിക്കുന്നത്. അവൻ യഹോവയോട് ചേർന്നിരുന്ന് അവനെ വിട്ടുമാറാതെ യഹോവ മോശയോട് കൽപ്പിച്ച അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു. ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ ചെന്നിടത്തൊക്കെയും കൃതാർത്ഥനായി തീർന്നു. ഇതാണ് നമ്മളിവിടെ കാണുന്നത്. അവിടെ യഹോവയ്ക്ക് പ്രസാദമായി ചെയ്ത് അവൻ പൂജാഗിരികളെ നീക്കി വിഗ്രഹ സ്തംഭങ്ങളെ തകർത്ത് അശേര പ്രതിഷ്ഠയെ വെട്ടിമുറിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഈ പ്രവർത്തികളൊക്കെ ദൈവത്തെ സംബന്ധിച്ച് വളരെ വളരെ പ്രസാദകരമായിരുന്നു. ഇതിൽ ഒരു കാര്യം നമ്മൾ വായിക്കുന്നു, ഹിസ്കിയാ രാജാവിൻ്റെ 4-ാം ആണ്ടിലും 9-ാം ആണ്ടിലും അശൂർ രാജാവായ ശൽമനേസർ ശമര്യയുടെ നേരത്തെ, അതായത് വടക്കേ രാജ്യമായി, നമ്മൾ നേരത്തെ കഴിഞ്ഞ പുസ്തകത്തിൽ വായിച്ച കാര്യമാണ്, ഇതൊന്നുകൂടി ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ആ 4-ാം ആണ്ടിലും, ഈ ഹിസ്കിയാ രാജാവിൻ്റെ 4-ാം ആണ്ടിലും 9-ാം ആണ്ടിലും അശൂർ രാജാവായ ശൽമനേസർ ശമര്യയിൽ വന്നിട്ട് അത് 3 വർഷം കഴിഞ്ഞ് അതിനെ പിടിക്കുകയും അതിനെ നിരോധിക്കുകയും ഒക്കെ ചെയ്ത് നമ്മൾ വായിക്കുന്നുണ്ട്. അതിവിടെയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അശൂർ രാജാവ് ഇസ്രായേലിനെ അശൂരിലേക്ക് കൊണ്ടുപോയി. അവർ തങ്ങളുടെ ദൈവമായ യഹോവയുടെ ശബ്ദം കേട്ടനുസരിക്കാതെ അവൻ്റെ നിയമവും യഹോവയുടെ ദാസനായ മോശ കൽപ്പിച്ചതൊക്കെ ലംഘിച്ച് കളയാൽ തന്നെ അവരത് അനുസരിക്കുകയോ കേൾക്കുകയോ ചെയ്യാത്തത് കൊണ്ടാണ് സംഭവിച്ചതെന്ന് പറയുന്നത്. പിന്നെ യഹൂദ രാജാവായ ഹിസ്കിയാവിൻ്റെ 14-ാം ആണ്ടിൽ ഈ ഹിസ്കിയാ രാജാവിന് ഒരു പരീക്ഷ നേരിടുകയാണ്. അശൂർ രാജാവായ ഈ ശൽമനേസറിന് ശേഷം വന്ന രാജാവായിരിക്കും. ആ രാജാവ് സൻഹരീബ് എന്ന അശൂർ രാജാവ് ഈ യഹൂദയ്ക്ക് നേരെയും പുറപ്പെട്ടു. നേരത്തെ ഇസ്രായേലിന് പുറപ്പെട്ട അതേ കൂട്ടം അശൂർ രാജ്യം ഇന്ന് യഹൂദരെ നേരെ പുറപ്പെട്ടു വരികയാണ്. അപ്പോൾ യഹൂദ രാജാവായ ഹിസ്കിയാവ് എന്ത് ചെയ്യുമെന്നറിയാമോ? രാജാവിൻ്റെ അടുക്കൽ ആളയച്ച്, എന്നെ വിട്ട് മടങ്ങിപ്പോണം, ഞാൻ നീ കൽപ്പിക്കുന്ന പിഴയൊക്കെ തന്നോളാം എന്ന് പറഞ്ഞിട്ട് അവരുമായിട്ടൊരു സഖ്യത്തിന് ഇടയാകും. ആ സഖ്യത്തിൽ 300 താലന്ത് വെള്ളി, 30 താലന്ത് പൊന്ന് ഒക്കെ പിഴ കൽപ്പിക്കുന്നു. അത് കൊടുക്കുകയും ചെയ്യും. കൂടാതെ ഹിസ്കിയാവ് യഹോവയുടെ ആലയത്തിലും രാജധാനിയുടെ ഭണ്ഡാരത്തിലെ ഒക്കെ ഉള്ള വെള്ളി ഒക്കെയാണ് എടുത്തു കൊടുക്കുന്നത്. അപ്പം രാജധാനിയിലും ഭണ്ഡാരത്തിലും കണ്ട വെള്ളിയൊക്കെ എടുത്തു കൊടുത്തു. അതുപോലെ തന്നെ ദേവാലയത്തിൻ്റെ മന്ദിരത്തിൻ്റെ വാതിലുകളിലും കട്ടളകളിലും പൊതിഞ്ഞിരുന്ന പൊന്നും പറിച്ചെടുത്ത് അശൂർ രാജാവിന് കൊടുത്തയച്ചു. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു കാര്യം നമുക്ക് തുടർന്ന് വായിക്കാൻ മനസ്സിലാക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും നാളുകൾക്ക് ശേഷം അശൂർ രാജാവ് വീണ്ടും ആളുകളെ അയക്കുകയാണ്. അശൂർ രാജാവ് തർഥാനെയും റബ്സാരീസിനെയും റബ്ഷാക്കെയും ലാഖീസിൽ നിന്ന് ഹിസ്കിയാവിൻ രാജാവിൻ്റെ അടുക്കൽ അയച്ചു. അവരെ കൊണ്ട് വലിയ വർത്തമാനങ്ങളൊക്കെ പറയിക്കുകയാണ്. നിങ്ങൾ എന്തിലാണ് ആശ്രയിക്കുന്നത്? നിങ്ങൾ ഹിസ്കിയാവിലാണ് ആശ്രയിക്കുന്നത്. ഹിസ്കിയാവ് ആശ്രയിക്കുന്നത് യഹോവയിലാണ്. യഹോവ എന്ന ദൈവം നിങ്ങളെ വിടുവിക്കുമോ? നിങ്ങൾ ഇസ്രായേലിൻ്റെ ആശ്രയം, നിങ്ങൾ രാജാവ് ആശ്രയിക്കുന്ന മിസ്രൈമിനെയാണ്. ആ മിസ്രൈം നിങ്ങൾ വിടുവിക്കുമോ? യഹോവ നിങ്ങളെ വിടുവിക്കുമോ? നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ. ഇസ്രായേൽ മാത്രമല്ല, ഇസ്രായേൽ ഉൾപ്പെടെ ലോകത്തെ ഏത് രാജ്യങ്ങളാണ് ഈ അശൂർ രാജാക്കന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിക്കപ്പെട്ടിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് വളരെ അവരുടെ ആത്മധൈര്യം ചോരുന്ന തരത്തിലുള്ള ഒരുപാട് വർത്തമാനങ്ങൾ അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത്, എന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് ഈ നഗരം അശൂർ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയില്ല എന്ന് ഹിസ്കിയാവ് നിങ്ങളുടെ പുരോഹിതന്മാരൊക്കെ നിങ്ങളെ പറഞ്ഞ് യഹോവയിൽ ആശ്രയിക്കുമാറാക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നടക്കത്തില്ല. ഇവിടെ ദേശം ദാരിദ്ര്യത്തിലാവും, അല്ലെങ്കിൽ ക്ഷാമത്തിലാവും. അതേസമയം നിങ്ങൾ ഞങ്ങൾ പറയുന്ന പോലെ ഞങ്ങളെ കീഴ്പ്പെട്ട് ഞങ്ങളുടെ കൂടെ വന്നാൽ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും അപ്പവും മുന്തിരിത്തോട്ടങ്ങളും ഒലിവെണ്ണയും തേനും ഉള്ളൊരു ദേശത്തേക്ക് നിങ്ങൾ കൊണ്ടുപോകും. എന്നാൽ നിങ്ങൾ മരിക്കാതെ ചെയ്യും. ഇവിടെ ആണെങ്കിൽ നിങ്ങൾ മരിച്ചു പോകും എന്നൊക്കെയും പറയാം. പക്ഷേ ഇത് ആരും ഒരു ഉത്തരവും തിരിച്ചു പറഞ്ഞില്ല. അങ്ങനെ തിരിച്ചൊന്നും ഉത്തരം പറയരുത് എന്ന് കൽപ്പനയുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കേൾക്കുന്ന രാജാവല്ല, ഉണ്ടായിരുന്ന
ഹിസ്കിയാവിൻ്റെ മകനായ എല്യാക്കീം എന്ന രാജധാനി വിചാരകനും രാജസക്കാരനായ ഷെബ്നയും ആസാഫിൻ്റെ മകനായ യോവാഹ് എന്ന മന്ത്രിയും ആണ് കേൾക്കുന്നത്. അവർ വസ്ത്രം കീറി ഹിസ്കിയ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് ഈ റബ്ഷേക്ക അറിയിച്ച വാക്കുകളൊക്കെ രാജാവിനോട് അറിയിച്ചു. നമ്മൾ അടുത്ത അധ്യായത്തിൽ കാണുന്നത് ഹിസ്കിയ രാജാവ് അത് കേട്ടിട്ട് വസ്ത്രം കീറി രട്ടെടുത്തുകൊണ്ട് യഹോവയുടെ ആലയത്തിൽ ചെന്നു എന്നാണ്. ഇത് ആദ്യം ഈ അശ്ശൂർ രാജാവ് വരുന്ന സമയത്ത്, സൻഹരീബ് വരുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ചെയ്യാമായിരുന്നു. അന്ന് അദ്ദേഹം ആശ്രയിച്ചത് സ്വന്തം ബുദ്ധിയിലും മാനുഷിക ആശ്രയങ്ങളിലും ഒക്കെയാണ് അദ്ദേഹം ആശ്രയിച്ചത്. ഈ സംഭവിച്ചത് അദ്ദേഹത്തിന് നേരത്തെ ആകാമായിരുന്നു. അന്ന് ഈ ശത്രു സൈന്യം വന്നപ്പോൾ, ശത്രു രാജാവ് വന്നപ്പോൾ, അന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ വസ്ത്രം കീറി രട്ടെടുത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴേണ്ട രാജാവ് അവിടെ താഴാതെ ആലയത്തിലെ വരെ സംഗതികൾ എടുത്തു കൊടുത്ത്, ആലയത്തിൽ വിശുദ്ധമായ സംഗതികൾ ഒക്കെ എടുത്ത് അവർക്ക് കൊടുത്ത്, അത് ഇത്രയും നന്നായിരുന്ന രാജാവാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വഴി എന്താണെന്ന് നന്നായിട്ട് അറിയാം, ദൈവത്തിന് മുമ്പിൽ താഴേണ്ടതാണെന്ന് അറിയാം. എന്നിട്ടും അത് മാറി ദൈവത്തെ വിട്ടിട്ട് ദൈവത്തിലുള്ള ആശ്രയം മാറി മനുഷ്യനിലും അതുപോലെ തന്നെ തൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രാജ്യത്തെ സമ്പത്തായിട്ടിരിക്കുന്ന ദേവാലയത്തിലെ വസ്തുക്കളൊക്കെയും കൊടുത്ത് അതിന് പരിഹാരം കാണാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. പക്ഷെ അതുകൊണ്ടൊന്നും അവിടെ നിന്നില്ല. വീണ്ടും ദൈവം അവരിലേക്ക് അയക്കുകയാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ 19-ാം അധ്യായം വായിക്കുമ്പം മനസ്സിലാകുന്നത് ഈ ഹിസ്കിയാവ് ദൈവത്തിൻ്റെ അടുത്ത് തന്നെയാണ്. ഇനി വേറെ ഒരു വഴിയും കാണുന്നില്ല, ഒരു വഴിയും കാണാതെ വരുമ്പോൾ ദൈവത്തിൻ്റെ അടുക്കലേക്ക്. പക്ഷേ ഇവിടെ നമുക്കൊരു വലിയ പാഠമാണ് ലഭിക്കുന്നത്. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെയും വരുമ്പോൾ, നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ വരുമ്പോൾ, നമുക്ക് കഷ്ടം വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്കിതുപോലത്തരം പരീക്ഷകൾ വരുമ്പോൾ, നമ്മൾ മാനുഷികമായ അല്ലെങ്കിൽ സ്വയത്തിൽ വിശ്വസിക്കുന്ന നമ്മുടെ ധനത്തിലോ മറ്റൊന്നിലും ഉള്ള പരിഹാരം കാണാതെ ആദ്യം തന്നെ ദൈവത്തിങ്കിലേക്ക് വന്ന് ദൈവത്തിൻ്റെ നിന്നുള്ള പരിഹാരം നേടാൻ വേണ്ടി തന്നെ ശ്രമിക്കണം എന്നുള്ള വലിയ ഒരു ദൃഷ്ടാന്തമാണ് ഈ ഹിസ്കിയ രാജാവ് 2 സംഭവങ്ങളിലൂടെ നമ്മുടെ മുമ്പിൽ തുറന്നു വെക്കുന്നത്. 2-ാമത്തെ വായനാഭാഗം എസ്കേൽ പ്രവചനം 8-ാം അധ്യായം. ഇവിടെ ചില കാഴ്ചകൾ എന്ന് വെച്ചാൽ അത് വ്യക്തമായ ചില കാഴ്ചകൾ ദൈവം എസ്കേൽ പ്രവചനം കാണിച്ചു കൊടുക്കുകയാണ്. ഇതിന് ആദ്യം ഒരു കാര്യം പറയാം. 6-ാം ആണ്ട് 6-ാം മാസം 5-ാം തീയതി നമ്മൾ ഈ ഒരു ആണ്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ 6-ാം ആണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ അവിടെ ഒരു ആണ്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി ഞാൻ കബാർ നദീതീരത്ത് പ്രവാസികളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ എന്നാണ് വായിക്കുന്നത്. എന്നിട്ട് 2-ാമത്തെ വാക്യം, ഞാൻ ആദ്യത്തെ അധ്യായത്തിൻ്റെ 1-ാം വാക്യമാണ് ഇപ്പോൾ വായിച്ചത്. ഇപ്പോൾ 2-ാമത്തെ വാക്യം, യഹോയാക്കീൻ രാജാവിൻ്റെ പ്രവാസത്തിൻ്റെ 5-ാം ആണ്ടിൽ. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കുക. ഒന്ന്, ആകെ പ്രവാസത്തിൻ്റെ യഹോയാക്കീൻ്റെ രാജാവും യഹോയാക്കീനും ഒന്നല്ല ആദ്യം പ്രവാസത്തിലേക്ക് പോകുന്നത്, യഹോയാക്കീൻ മുമ്പ് പ്രവാസത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആകെ പ്രവാസത്തിൻ്റെ 30-ാം ആണ്ട്, യഹോയാക്കീൻ രാജാവിൻ്റെ പ്രവാസത്തിൻ്റെ 5-ാം ആണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്ന 6-ാം ആണ്ട് എന്ന് പറയുമ്പോൾ ആകെ ഉള്ള പ്രവാസത്തിൻ്റെ 31-ാം ആണ്ടെന്നും യഹോയാക്കീൻ രാജാവിൻ്റെ പ്രവാസത്തിന് ശേഷമുള്ള 6-ാമത്തെ ആണ്ട് എന്ന് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അവിടെ ആ ആണ്ടിനെ സംബന്ധിച്ച് പറയുന്നത് നമ്മൾ അങ്ങനെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ 6-ാം ആണ്ട് 6-ാം മാസം 5-ാം തീയതി ഞാൻ വീട്ടിലിരിക്കുകയും യഹൂദ മൂപ്പന്മാർ എൻ്റെ മുമ്പിൽ ഇരിക്കുകയും ചെയ്തപ്പോൾ അവിടെ യഹോവയായ കർത്താവിൻ്റെ കൈ എൻ്റെ മേൽ വന്നു. ഞാൻ മനുഷ്യ സാദൃശ്യത്തിൽ ഒരു രൂപം കണ്ടു. അവൻ്റെ അടുക്കൽ അര മുതൽ കീഴ്പോട്ട് തീ പോലെയും അര മുതൽ മേൽപോട്ട് ശുക്ലസ്വർണത്തിൻ്റെ പ്രഭ പോലെയുമായിരുന്നു. അവൻ കൈ പോലെ ഒന്ന് നീട്ടി എന്നെ തലമുടിക്ക് പിടിച്ചു. ആത്മാവിനെ ഭൂമിയുടെയും ആകാശത്തിൻ്റെ മധ്യ ഉയർത്തി ദിവ്യ ദർശനങ്ങളിൽ യെരുശലേമിൽ വടക്കോട്ടുള്ള അകത്തെ വാതിൽക്കൽ കൊണ്ടു. അപ്പോൾ ദൈവാലയത്തിൻ്റെ അകത്ത് ഇപ്പോൾ അവരെത്തിയിരിക്കുകയാണ്. ഈ ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ കൈ. അപ്പോൾ ഇതൊരു ദർശനമാണ്. ഇങ്ങനെയൊക്കെ കൊണ്ടുപോയതായിട്ട് അദ്ദേഹം കാണുകയാണ്. അതിനകത്ത് കൊണ്ടുപോയി അവിടെ തീക്ഷ്ണത ജനിപ്പിക്കുന്ന തീക്ഷ്ണത ബിംബത്തിൻ്റെ ഇരിപ്പിടമുണ്ടായിരുന്നു. അവിടെ ഞാൻ ആദ്യം സമഭൂമിയിൽ കണ്ട, അതായത് 5-ാം ആണ്ട് കണ്ടതുപോലെ ഒരു ദർശനം, ഇസ്രായേൽ ദൈവത്തിൻ്റെ മഹത്വം അവിടെ ഉണ്ടായിരുന്നു. ആ മഹത്വം എന്നോട് മനുഷ്യപുത്ര തലമുക്കി വടക്കോട്ട് നോക്കാൻ പറയുകയാണ്. അപ്പോൾ വടക്കോട്ട് നോക്കിയപ്പം യാഗപീഠത്തിൻ്റെ വാതിലിന് വടക്കോട്ട് അവിടെ തീക്ഷ്ണത ബിംബത്തെ കണ്ടു. മനുഷ്യപുത്ര, അവർ ചെയ്യുന്നത് ഞാൻ എൻ്റെ വിശുദ്ധ മന്ദിരം വിട്ടു പോകേണ്ടതിന് ഇസ്രായേൽ ഗ്രഹം ഇവിടെ ചെയ്യുന്ന മഹാമ്ലേച്ഛതകൾ തന്നെ നീ കാണുന്നുവോ? പറഞ്ഞത്, മനുഷ്യപുത്ര, അവർ ചെയ്യുന്നത് ഞാൻ എൻ്റെ വിശുദ്ധ മന്ദിരം വിട്ടു പോകേണ്ടതിന് ഇസ്രായേൽ ഗ്രഹം ചെയ്യുന്ന മഹാമ്ലേച്ഛതയിൽ നീ കാണുന്നുണ്ടോ? ഇതിലും വലിയ മ്ലേച്ഛതകൾ നീ കാണും എന്ന് പറഞ്ഞിട്ട് പ്രാകാരത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുപോയി
അവിടെ ഒരു ചുവരിലൊരു ദ്വാരം കണ്ടു. പറഞ്ഞാൽ അതിനെ കുത്തിത്തിരക്കാൻ പറയും. കുത്തിത്തിരുന്ന ദ്വാരം വലുതാക്കാൻ പറയും. എന്നിട്ട് നീ ആ ദ്വാരത്തിനകത്ത് അകത്ത് ചെന്ന് അവിടെ ചെന്ന് നോക്ക്, അവിടുത്തെ മ്ലേച്ഛതകൾ നോക്ക്. അവിടെ ഓരോ ഇഴജാതിയുടെയും മൃഗങ്ങളുടെയും ഒക്കെ വിഗ്രഹങ്ങൾ പോലുള്ള പടങ്ങളൊക്കെ ചുവരിന്മേൽ വരച്ചിരിക്കുകയാണ്. ഈ വിഗ്രഹങ്ങളൊക്കെ ചുവരിന്മേൽ വരച്ചിരിക്കുകയാണ്. എന്നിട്ട് ഈ വിഗ്രഹത്തിൻ്റെ മൂപ്പന്മാരിൽ 70 പേര് 70 പേരും ഷാഫാന്റെ മകനായ യഹസന്യാവ് അവരുടെ നടുവിൽ നിന്ന് ഓരോരുത്തരും താൻ്റെ കയ്യിൽ ധൂപം പിടിച്ചിട്ട് ഈ ധൂപം അവർ ഇതിനെ ധൂപിക്കുകയാണ്, അല്ലെങ്കിൽ ഇതിനെ പിന്നെ പൂജിക്കുകയാണ്. ഈ ചുവരിൽ കണ്ട ചിത്രത്തെ ഈ 70 പുരോഹിതന്മാരും ചേർന്നിട്ട്. അപ്പം അതിൻ്റെ വാസനയൊക്കെ ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യപുത്ര, ഇസ്രായേൽ ഗ്രഹത്തിൻ്റെ മൂപ്പന്മാർ ഇരുട്ടത്ത് ഓരോരുത്തൻ താൻ്റെ ബിംബങ്ങളുടെ അറകളെ ചെയ്യുന്നത് നീ കാണുന്നുവോ? യഹോവ നമ്മെ കാണുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ദൈവം യഹോവ ദേശത്തെ വിട്ടുപോയിരിക്കുന്നു എന്നും അവർ പറയുന്നുണ്ട്. ഇതിലും വലിയ മ്ലേച്ഛത ഞാൻ നിന്നെ കാണിച്ചു തരാം എന്നും പറയുന്നുണ്ട്. എന്നിട്ട് അവിടുന്ന് ആലയത്തിൻ്റെ വടക്കോട്ടുള്ള വാതിൽ പ്രവേശനത്തെങ്കിൽ കൊണ്ടുപോയി അവിടത്തേക്ക് മാറ്റി നിൽക്കുക. അവിടെ വെച്ച് മറ്റൊരു കാഴ്ച കാണുകയാണ്. അവിടെ ഇസ്രായേൽ സ്ത്രീകൾ തമ്മൂസിനെ കുറിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണുകയാണ്. ഈ തമ്മൂസ് എന്ന് പറയുന്നത് ബാബിലോന്യ ദേവിയായ ഇഷ്ടാർ, ബാബിലോന്യ ദൈവമായ സ്ത്രീ ദൈവമായ ദേവിയാണ്. ദൈവമായ ഇഷ്ടാറിൻ്റെ കാമുകനാണ് ഈ തമ്മൂസ്. ഈ തമ്മൂസ് മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒരു ദൈവത്തിൻ്റെ കാമുകനായ മറ്റൊരു ദൈവം മരിച്ചുപോയി എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഇത്തരം അബദ്ധജടിലമായ കാര്യങ്ങൾ, അത് ഈ കരച്ചിൽ തമ്മൂസ് മരിച്ചുപോയി. ആ തമ്മൂസിനെ കുറിച്ച് എല്ലാ വർഷവും ഒരു പ്രത്യേക സമയത്ത് ഈ ബാബിലോൺ സ്ത്രീകൾ കരയും. അത് ഈ ഇസ്രായേൽ ജനവും ആ തമ്മൂസിനെ കൊണ്ട്, അവരുടേതല്ലാത്ത ഒരു സംഗതിയെ കൊണ്ട്, അവർ മറ്റൊരു അന്യദൈവം മരിച്ചു എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് നീ കാണുന്നുവോ? അപ്പോൾ അതൊരു വലിയ മ്ലേച്ഛതയാണ്. ഇതിലും വലിയ മ്ലേച്ഛത ഞാൻ നിന്നെ കാണിക്കുമെന്നാണ് പറയുന്നത്. എന്നിട്ട് എസ്കേൽ പ്രവാചകനെ ആലയത്തിൻ്റെ അകത്തെ പ്രാകാരത്തിൽ കൊണ്ടുപോയി അവിടെ മന്ദിരത്തിൻ്റെ വാതിൽക്കലും മണ്ഡപത്തിൻ്റെ യാഗത്തിലും നടുക്ക് ഏകദേശം 25 പുരുഷന്മാർ തങ്ങളുടെ മുതുക് മന്ദിരത്തിൻ്റെ നേരെയും കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് അവർ കിഴക്കോട്ട് സൂര്യനെ നമസ്കരിക്കുകയായിരുന്നു. അപ്പോൾ അവർ സൂര്യനെ നമസ്കരിക്കുമ്പം മന്ദിരം മുതുകിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ പൃഷ്ഠഭാഗം ദേവാലയത്തിലോട്ടും അവരുടെ മുൻഭാഗം സൂര്യദേവനെയും നമസ്കരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. മനുഷ്യപുത്രൻ, നീ കാണുന്നുവോ? യഹൂദ ഗ്രഹം ഇവിടെ ചെയ്യുന്ന മ്ലേച്ഛതകൾ പോരാഞ്ഞിട്ടോ അവർ എന്നെ അധികം കോപിപ്പിപ്പാൻ ദേശത്തെ സാഹസം കൊണ്ട് നിറയ്ക്കുന്നത്. അതുകൊണ്ട് ഞാനും ക്രോധത്തോടെ പ്രവർത്തിക്കും. എൻ്റെ കണ്ണ് ആദരിക്കുകയില്ല, ഞാൻ കരുണ കാണിക്കുകയുമില്ല. അവർ അത്യുച്ചത്തിൽ അവരുടെ കഷ്ടതയിലൊക്കെ എന്നോട് നിലവിളിക്കും, പക്ഷേ ഞാൻ അവരുടെ അപേക്ഷ കേൾക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് 8-ാം അധ്യായം അവസാനിക്കുന്നത്. 3-ാമത്തെ വായനാഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം. ഈ 4-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ തുടക്കത്തിലുള്ള യേശുക്രിസ്തു ദൈവത്തിൻ്റെ ആത്മാവിനാൽ പരീക്ഷിക്കപ്പെടാൻ മരുഭൂമിയിലേക്ക് പോയ കാര്യത്തെ സംബന്ധിച്ച് ഇതേപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ എഴുതിയിട്ടുണ്ട്. 3 കാര്യങ്ങളാൽ, അതായത് ഇവിടെ കാണുന്നത് യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങിപ്പോയി. യേശു ക്രിസ്തു സ്നാനപ്പെട്ടിട്ട് ആ യോർദാൻ അവിടെ വെച്ചാണ് സ്നാനപ്പെടുന്നത്. അത് സ്നാനപ്പെടുത്തുന്നത് യോഹന്നാൻ സ്നാപകനാണ്. അപ്പോൾ അവിടെ വെച്ച് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നിട്ട്. ആ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങിപ്പോയി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. ആരുടെ ആത്മാവ്? ദൈവത്തിൻ്റെ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. ഈ പിശാച് എന്ന് പറയുന്ന, പുതിയ നിയമത്തിലെ പിശാച് എന്ന് പറയുന്ന ഈ വാക്ക് പഴയ നിയമത്തിൽ ഒരെണ്ണം പോലും കണ്ടുപിടിക്കാൻ ഒക്കില്ല. ശ്രമിച്ചു നോക്കൂ, പഴയ നിയമത്തിൽ ഈ പിശാച് എന്ന വാക്കുണ്ടോ എന്ന്. ഈ പറഞ്ഞ പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. ആ ദിവസങ്ങളിൽ അവനൊന്നും ഭക്ഷിച്ചില്ല. അത് കഴിഞ്ഞപ്പോൾ ഈ പിശാച് അടുത്ത് വന്നിട്ട് പറഞ്ഞു, നീ ദൈവത്തിനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തരാൻ കൽപ്പിക്കാമെന്ന് പറഞ്ഞു. യേശുക്രിസ്തു അവിടെ വചനം കൊണ്ട്, ഈ വചനം എവിടുന്ന് പഠിച്ചു? ആ വചനം പഠിച്ചത് പഴയ നിയമ പുസ്തകത്തിലെ വചനമാണിത്. മനുഷ്യൻ്റെ അപ്പം കൊണ്ട് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് ആവർത്തന പുസ്തകം 16-ലോ 6-ലോ എങ്ങാണ്ടാണെന്ന് തോന്നുന്നത്. മനുഷ്യപുത്രൻ്റെ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നതെന്ന് എഴുതിയിരിക്കുന്നത്. പിശാച് വീണ്ടും വന്ന് കണക്കി പറയും, ഈ കാണുന്ന
സകല രാജ്യങ്ങളെയും കാണിച്ചു കൊടുത്തിട്ട് ഈ അധികാരമൊക്കെയും അതിൻ്റെ മഹത്വവും നിനക്ക് തരാം, അതിനെ എന്നിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്, നീ മനസ്സിലോ ഞാനത് കൊടുക്കും, നീ എന്നെ നമസ്കരിച്ചാൽ മതി, ഇതെല്ലാം നിൻ്റേതാക്കി തരാം. അപ്പോൾ യേശുക്രിസ്തു അവിടെ വചനം കൊണ്ടാണ് മറുപടി പറയുന്നത്. കർത്താവിനെ നമസ്കരിച്ച്, നിൻ്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു. അവിടെയും പിശാച് തോറ്റുപോയി. മൂന്നാമത്, നീ ദേവാലയത്തിൻ്റെ അഗ്രഹത്തിൽ കൊണ്ടുപോയിട്ട് നിർത്തിയിട്ട് വന്ന് നീ ദൈവത്തിനെങ്കിൽ താഴോട്ട് ചാടുക, നീ ദൈവത്തിനെങ്കിൽ താഴോട്ട് ചാടുക, നിന്നെ കാപ്പാൻ അവൻ ദൂതന്മാരോട് നിന്നെക്കുറിച്ച് കൽപ്പിക്കുകയും നിൻ്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം അവൻ നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോൾ ഈ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ് പിശാച് പരീക്ഷിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവും അതേപോലെ തന്നെ എഴുതിയിരിക്കുന്ന വാക്യങ്ങൾ, എഴുതപ്പെട്ട വാക്യങ്ങളാൽ തന്നെയാണ് മറുപടി കൊടുക്കുന്നതാണ് ഇതിനകത്ത് രസകരമായ കാര്യം. അപ്പോൾ നമുക്ക് ആ വചനത്തെക്കുറിച്ച് ധാരണ വേണം, അല്ലെങ്കിൽ ഈ വചനത്തിൽ നമ്മൾ പെട്ടു. യേശുക്രിസ്തുവിന് ഈ 3 സംഗതികളിലും ദൈവം പറഞ്ഞ വചനത്തെ സംബന്ധിച്ച് നല്ല ബോധ്യമുണ്ടായിരുന്നു. പിശാച് പറഞ്ഞ വചനവും ബോധ്യമുണ്ട്, ഈ ദൈവം പറഞ്ഞ വചനവും ഓർമ്മയുണ്ട്. അപ്പം യേശു അവനോട് നിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് അരുളി ചെയ്തിരിക്കുന്നു. അയ്യോ, ഇവിടെ 3 സ്ഥലത്തും തോറ്റുപോയി. അപ്പോൾ നമുക്കിവിടെ ഈ 3 പരീക്ഷകളിലും ഒരു കാര്യം കാണാം. കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. ഈ 3 മോഹങ്ങൾ ഇവിടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ യേശുക്രിസ്തു പരീക്ഷിക്കപ്പെട്ടത് ഈ 3 മോഹങ്ങളാലാണ്. ഇതേ 3 മോഹങ്ങളാൽ ആദ്യ മനുഷ്യനും പരീക്ഷിക്കപ്പെട്ടു. അവൻ ആ വൃക്ഷഫലം കാണുവാൻ നല്ലത് എന്നും, അല്ലേ, കാണുവാൻ നല്ലതെന്ന് കണ്ടു. പിന്നെ എന്താണ് അത്, പിന്നെ ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം എന്നും കണ്ടു, തിന്നാൻ നല്ലതെന്നും കണ്ടു. അപ്പോൾ ഇത് ജഡത്തിൻ്റെ കണ്ണിൻ്റെ മോഹത്തിനും ജഡത്തിൻ്റെ മോഹത്തിനും ജീവനത്തിൻ്റെ പ്രതാപത്തിനെ എന്താ പറയുക, തൃപ്തിപ്പെടുത്തുന്നതായിരുന്നു അത്. അങ്ങനെ അത് തൃപ്തിപ്പെട്ടു. പക്ഷെ ഇവിടെയാണെങ്കിലോ യേശുക്രിസ്തു ഈ 3 പരീക്ഷകളെയും, മോഹത്തിൻ്റെ പരീക്ഷകളെയും, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം ഒഴുത്തിട്ട് എന്താണ്, അല്ലേ, അപ്പോൾ അങ്ങനെയാണ് അതിനെ സംബന്ധിച്ചത്. മോഹം, പാപം അത് മരണത്തിൽ കൊണ്ടെത്തിക്കുന്നു. അപ്പോൾ മരണത്തിലേക്ക് പോകാൻ ആദ്യം മോഹമാണ് കാരണം. വചനം പറയുന്നുണ്ട്, ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല, ദൈവം ആരെയും ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നില്ല, ദൈവം പരീക്ഷിക്കപ്പെടുന്നതുമില്ല. ആരെങ്കിലും പരീക്ഷിക്കപ്പെടുന്നെങ്കിൽ അത് അവനവൻ്റെ ഉള്ളിലെ മോഹങ്ങൾ കൊണ്ടാണ് പരീക്ഷിക്കപ്പെടുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പിശാചാണോ പരീക്ഷിച്ചത്, അതോ അവൻ്റെ ഉള്ളിലെ തന്നെ മോഹമാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. പിശാചാണോ പിശാചെന്ന് ഒരുവൻ വന്ന് അവിടെ പരീക്ഷിച്ചതാണോ, അതോ ക്രിസ്തുവിൻ്റെ ഉള്ളിൽ തന്നെയുള്ള മോഹങ്ങളാലുള്ള പരീക്ഷയാണോ അവിടെ നടന്നതെന്നുള്ളത് നമ്മൾ ഈ പല വചനങ്ങൾ ഒന്നോടൊന്ന് ചേർത്ത് നോക്കിയിട്ട് ഞാൻ ഇതാകുന്നു കണ്ടതെന്ന് പറയുമ്പോൾ, അങ്ങനെ ആ വചനങ്ങൾ പറയുന്നതനുസരിച്ച് മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം ഒഴുത്തിട്ട് അത് മരണത്തെ പെറുന്നു എന്ന് പറയുമ്പോൾ മോഹമാണ് സകലത്തിനും കാരണം. ആ മോഹത്തെയാണ് ഇവിടെ യേശുക്രിസ്തു ജനിക്കുന്നത്. എന്നാൽ ആദമിന് ആ മോഹത്തെ ജയിക്കുവാൻ കഴിഞ്ഞില്ല. ഇതാണ് തമ്മിലുള്ള വ്യത്യാസവും ഇതിനിടയിലുള്ള നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യവും. ശരി, അത് കഴിഞ്ഞിട്ട് താഴോട്ട്, അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറേ കാലത്തേക്ക് അവനെ വിട്ടുമാറി യേശു ആത്മാവിൻ്റെ ശക്തിയോട് ഗലീലയിലേക്ക് ചെന്നു. അവിടെ ചെന്ന് അവിടെ പള്ളികളിലൊക്കെ അവരെ ഉപദേശിച്ചു. എല്ലാവരും അവനെ പ്രശംസിച്ചു. അവന് നസ്രയത്തിൽ വന്നു. അവൻ നസ്രയത്തിലാണല്ലോ വളർന്നത്. ശബത്തിൽ പണ്ട് പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്ന് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം കൊടുത്തു. യെശയ്യാ പ്രവാചകൻ 61 അധ്യായമാണ്, 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ്. ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കൊണ്ട്. പിന്നെ ആ പുസ്തകം മടക്കി തിരികെ കൊടുത്തിട്ട് പറഞ്ഞു, ഇന്ന് നിങ്ങൾ എൻ്റെ ഈ വചനം കേൾക്കയിൽ ഈ തിരുവെഴുത്തിന് നിവർത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി. അപ്പം ഇത് യേശുക്രിസ്തു സംബന്ധിച്ചുള്ള യെശയ്യാ പ്രവാചകൻ്റെ ഒരു പ്രവചനമായിരുന്നു. യെശയ്യാ പ്രവാചകൻ്റെ 61 അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെ ഈ പുസ്തകമാണ് വായിച്ചിട്ട് അവിടെ കൊടുത്തിട്ട് ഇന്ന് നിങ്ങൾ ഈ വചനം കേൾക്കൊണ്ട് ഈ തിരുവെഴുത്തിന് നിവർത്തി വന്നു എന്ന് പറയുന്നത്. അപ്പോൾ എന്നിട്ട് അത് തുടർച്ചിട്ടുള്ള ബാക്കി കാര്യങ്ങളും യേശുക്രിസ്തു അവിടെ പറഞ്ഞപ്പോൾ അവർ ഈ ലാവണ്യ വാക്കുകളിൽ ആശ്ചര്യപ്പെട്ടു, ഇവൻ യോസഫിൻ്റെ മകനല്ലയോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ യേശുക്രിസ്തു അവിടെ അവർക്ക് ഒരു അത്ഭുതമായ കാര്യമായി എന്നാണ് നമ്മൾ കാണുന്നത്. പിന്നെ താഴോട്ട് നോക്കുമ്പോൾ ഗലീലിയ ഒരു പട്ടണമായ കഫർനഹൂമിൽ ചെന്ന് ശബ്ബത്തിൽ അവരെ ഉപദേശിച്ച് പോന്നു. അവൻ്റെ ശബ്ദം അധികാരത്തോടെ ആകിയാൽ അവർ അവൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. അവൻ്റെ പള്ളിയിൽ അശുദ്ധബോധം ബാധിച്ചൊരുത്തനുണ്ടായിരുന്നു. അവനെ യേശുക്രിസ്തു സൗഖ്യമാക്കിയതിനെയും കുറിച്ച് പറയുന്നുണ്ട്.
പിന്നെ പള്ളിയിൽ നിന്നിറങ്ങി ശീമോൻ്റെ വീട്ടിൽ ചെന്ന് ശീമോൻ്റെ അമ്മായിയമ്മയുടെ കഠിന ജ്വരം അവിടെ സ്പർശിച്ച് എഴുന്നേറ്റ് സൗഖ്യമായി. ഉടനെ അവിടെ എഴുന്നേറ്റ് സൗഖ്യമായതിനു ശേഷം അവർക്ക് കാപ്പി ചായയൊക്കെ ഇട്ട് കൊടുത്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കാണുന്ന സൂര്യൻ അസ്തമിക്കുമ്പോഴത്തേക്ക് നാനാവ്യാധികൾ പിടിച്ച ദീനക്കാരുള്ളവരൊക്കെയും യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് അവർ സൗഖ്യമാക്കും. അപ്പം ഈ ഭൂതങ്ങളൊക്കെ ഉള്ളതൊക്കെയും അവരുടെ ഉള്ള രോഗങ്ങളും അതുപോലുള്ള ഭ്രാന്തും അത്തരം കാര്യങ്ങളൊക്കെയും വിട്ടു പോകുന്നതും അവിടെ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ 4-ാം അധ്യായത്തിൻ്റെ അവസാനം, നേരം വെളുത്തപ്പോൾ അവൻ പുറപ്പെട്ടു നിർജ്ജന സ്ഥലത്തേക്ക് പോയി, ആളില്ലാത്തൊരു സ്ഥലത്തേക്ക് പോയി. പുരുഷാരം ആ സമയത്തും ക്രിസ്തുവിൻ്റെ അടുക്കൽ തപ്പിപ്പിടിച്ച് വന്ന് ക്രിസ്തുവിനോട് പറഞ്ഞു, ഞങ്ങളെ വിട്ടു പോകരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ക്രിസ്തു പറയാണ്, ഞാൻ മറ്റുള്ള പട്ടണങ്ങളിലും ദൈവരാജ്യം സുവിശേഷിക്കേണ്ടതല്ലേ? ഇതിനായിട്ടല്ലോ ദൈവം എന്നെ അയച്ചിരിക്കുന്നത്. അങ്ങനെ യേശുക്രിസ്തു മറ്റുള്ള ഗലീല പള്ളികളിലൊക്കെയും പ്രസംഗിച്ചു പോകുന്നു എന്നാണ് വായിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ എന്തിനാണ് ക്രിസ്തു വന്നത്, ക്രിസ്തുവിനെ എന്തിനാണ് അയക്കപ്പെട്ടത്, എൻ്റെ ജോലി എന്താണ്, എൻ്റെ പർപ്പസ് എന്താണ്, ഈ വരവിൻ്റെ എൻ്റെ ആഗമനോദ്ദേശം എന്താണ്, ദൈവം എനിക്ക് വെച്ചിരിക്കുന്ന ധർമ്മം എന്താണ് എന്നൊക്കെയുള്ള ബോധം ക്രിസ്തുവിനുണ്ട്. അതുകൊണ്ട് ഒരു സ്ഥലത്ത് നിന്ന് തീർക്കാനുള്ളതല്ല തൻ്റെ ജീവിതം. അനേകർക്ക് ഞാൻ വെളിപ്പെടുകയും അനേകർക്ക് എന്നിലൂടെ ആശ്വാസവും സമാധാനവും അത്ഭുതങ്ങളും ഒക്കെ ലഭിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുകയും ദൈവരാജ്യത്തിലേക്ക് ആളുകളെ ചേർക്കുകയും ചെയ്യേണ്ട ജോലി എനിക്കുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ക്രിസ്തുവിൻ്റെ മുമ്പോട്ടുള്ള പോക്ക്. ഇന്ന് ക്രിസ്തു ജീവിച്ചിരിപ്പില്ല, അപ്പോസ്തലന്മാർ ജീവിച്ചിരിപ്പില്ല, ആരും ജീവിച്ചിരിപ്പില്ല. ഇന്ന് ആ ജോലി ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് നമ്മൾ ഓരോരുത്തർക്കുമാണ്. ഇതാണ് നമുക്കിന്ന് കാണാൻ. ഇന്ന് അന്നത്തെ കാലത്ത് യേശു ക്രിസ്തു അല്ലെങ്കിൽ അപ്പോസ്തലന്മാരൊക്കെ ചെയ്തെങ്കിൽ അവരുടെ കാലത്തുണ്ടായിരുന്ന ആൾക്കാരല്ല ഇന്നുള്ളത്. ഇന്നുള്ളവർക്ക് ഈ കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ. നമ്മൾ പറയണമെങ്കിൽ നമ്മൾ ആ സത്യം മനസ്സിലാക്കണം. നമ്മൾ സത്യം മനസ്സിലാക്കണമെങ്കിൽ വചനത്തിലേക്ക് നമ്മൾ നോക്കണം, ഒന്നോടൊന്ന് പരിശോധിക്കണം. പലയിടത്തും പരിശോധിച്ചിട്ട് ഒരിടത്ത് എഴുതിയിരിക്കുന്ന കാര്യം അങ്ങനെയാണെന്നുള്ളത് ഈ വചന പുസ്തകത്തിലെ മറ്റുള്ള ഭാഗങ്ങൾ പരിശോധിച്ച് മനസ്സിലാക്കി നമ്മൾ തെറ്റാണ് പഠിക്കുന്നതെങ്കിൽ നമ്മൾ തെറ്റായി കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമ്മൾ ആ തെറ്റ് മറ്റൊരാളോട് പറഞ്ഞ് അവരെ അവിശ്വസിപ്പിക്കുമ്പോൾ നമ്മളും നശിച്ചു. എന്തായാലും നമ്മൾ നശിച്ചു. അതോടൊപ്പം വേറൊരുത്തരെയും നശിപ്പിക്കുന്ന ഒരു തെറ്റായ ഒരു കാര്യം നമ്മൾ ശാപഗ്രസ്തനാകുന്ന ഒരവസ്ഥയിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ സത്യമായുള്ള കാര്യങ്ങളാകുവാൻ വചനം തിരിച്ചും മറിച്ചും പല ഭാഗങ്ങൾ പരിശോധിച്ചുകൊണ്ട് സത്യമാണെന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം മറ്റുള്ളവരോട് പറയുക. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.